79ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും ആഘോഷിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിക്കും. 10 കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് ആധുനികവൽക്കരിച്ചത്. പാവറട്ടി ഏണാമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കൊടുങ്ങല്ലൂരിലെ 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാൻ നീക്കം. നമസ്കാരം. വാർത്തകൾ വിശദമായി. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാകയുയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ ഒറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഭാവി തലമുറയിലേക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക ഏൽപ്പിക്കുക എന്ന ചുമതല നിറവേറ്റാൻ ഓരോരുത്തർക്കും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യനീതി സങ്കല്പനങ്ങളും സമഭാവനയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സൃഷ്ടിയും സാക്ഷാത്കരിക്കാൻ ഉതകുന്ന വിധത്തിൽ തയ്യാറായ ആ ഭരണഘടനയിലെ വിലയേറിയ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കാൻ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പ്രതിബദ്ധതയുണ്ട്. സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ചടങ്ങിൽ മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, DFO അഭയ് യാദവ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 26 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയകുമാർ പരേഡ് നയിച്ചു. ശക്തമായ മഴയിലും ആവേശം ചോരാതെയാണ് ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനിയിൽ നടന്നത്. TCV ന്യൂസ്, തൃശൂർ. കനത്ത മഴയിൽ മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷൻ, പട്ടാളക്കുന്ന് റോഡ്, റോസ് ഗാർഡൻ, സന്തോഷ് നഗർ എന്നിവിടങ്ങളിലാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നിലവിലുള്ള റോഡിലെ കാനകൾ അടഞ്ഞതിനാൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ദേശീയപാതയിലും പരിസരങ്ങളിലും പെയ്തിറങ്ങുന്ന വെള്ളം താഴ്ന്ന ഭാഗമായ നടത്തറ റോഡിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയാണ്. ഗുരുവായൂരിൽ ശക്തമായ മഴയെ തുടർന്ന് മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി നളന്ത റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. 2 റോഡിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് അടച്ചു. മഴ തോർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ഒഴിഞ്ഞ് റോഡ് തുറന്നുകൊടുത്തു. ചൊവ്വലൂർപ്പടി സെന്ററിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. സെന്ററിലെ രാജലക്ഷ്മി ഹോട്ടലിന്റെ ഷട്ടർ വരെ വെള്ളം ഉയർന്നു. ശക്തമായ മഴയിൽ ഗുരുവായൂരിൽ കരിങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് കാൽനട യാത്രികയായ വയോധികയ്ക്ക് പരിക്കേറ്റു. തിരുവെങ്കിടം അയോധ്യ നഗറിൽ കോറോട്ട് അമ്മിണിക്കാണ് പരിക്കേറ്റത്. തിരുവെങ്കിടം ശ്രീകൃഷ്ണ നിവാസിൽ ഗൗരിയുടെ പറമ്പിലെ മതിലാണ് തകർന്നു വീണത്. കരിങ്കൽ ഉരുണ്ടുപോയ കുഴിയിൽ വീണാണ് അമ്മിണിയുടെ കൈക്ക് പരിക്കേറ്റത്. കരിങ്കല്ലുകൾ റോഡിലേക്ക് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും ചേർന്ന കല്ലുകൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനരാരംഭിച്ചത്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. പോലൂക്കര സ്വദേശി മൂഞ്ഞേൽ വീട്ടിൽ 40 വയസ്സുള്ള സോജിയാണ് കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത്. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിക്കും. കൊടുങ്ങല്ലൂരിൽ നിന്നും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും തൃശൂർ നഗരത്തിലേക്ക് വരുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണിത്. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ഉൾപ്പെടെ സ്വരാജ് റൗണ്ട് വരെ കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡാണ് 10 കോടി രൂപ ചെലവഴിച്ച് ആധുനികവൽക്കരിച്ചത്. പൂത്തോൾ റോഡ്, നെട്ടിശ്ശേരി റോഡ്, അരിസ്റ്റോ റോഡ്, പുല്ലഴി, പൂങ്കുന്നം, അരണാട്ടുകര തുടങ്ങി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ BMBC ടൈൽ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പാവറട്ടി ഏനാമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. റോഡിനോട് ചേർന്ന് കാനകളില്ലാത്തതാണ് വെള്ളക്കെട്ടിനും റോഡ് തകരുന്നതിനും കാരണമാകുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതും യാത്രക്കാരും വാഹനോടമകളും തമ്മിലുള്ള തർക്കവും പതിവാണ്. സമീപത്തുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്റ്റാൻഡിലുള്ള തൊഴിലാളികൾക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിപ്പിക്കുന്നത് മൂലം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി KG സനിൽ ആവശ്യപ്പെട്ടു. ഇവിടെ വണ്ടി ഇടാൻ വരെ പറ്റണില്ല. കംപ്ലീറ്റ് വെള്ളം ബസ്സുകാരൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് വെള്ളം വരുന്നത്. ആൾക്കാർക്ക് നടക്കാൻ വരെ പറ്റണില്ല. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും എത്ര വെള്ളം, വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുളം പോലെയാണ്. പിന്നെ ഇതിലൊരാൾക്ക് നടക്കാനും ടൂ വീലറിന് പോകാനും വരെ പറ്റുന്നില്ല. വെള്ളക്കെട്ടുള്ള റോഡിനോട് ചേർന്ന് KSEB ട്രാൻസ്ഫോർമർ നിൽക്കുന്ന കാരണം അപകട സാധ്യതയും ഏറെയാണ്. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. TCV പാവറട്ടി. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴു വീഴുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ആഫീസുകൾ നിർത്തലാക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 4 തപാൽ ആഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട്. ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു. കണ്ടംകുളം, ആനാപ്പുഴ, പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും. തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാൽ ആഫീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു. സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം. കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാൽ ആഫീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ്. പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും ഈ പോസ്റ്റ് ഓഫീസുകളെയാണ് ആശ്രയിക്കുന്നത് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പോസ്റ്റ് ഓഫീസുകളെ നിർത്തലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. വിവിധ സർക്കാർ രേഖകൾ ഇപ്പോഴും തപാൽ വഴിയാണ് വിലാസക്കാരെ തേടിയെത്തുന്നത്. നിലവിലുള്ള തപാൽ സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയെയും തെരഞ്ഞെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മയുടെ തലപ്പത്ത് വനിതകളെത്തുന്നത്. ആകെയുള്ള 504 അംഗങ്ങളിൽ 298 പേരാണ് വോട്ട് ചെയ്തത്. ചലച്ചിത്ര താരം ദേവനായിരുന്നു ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി. തെക്കുംകര പഴയന്നൂപ്പാടത്ത് വയോധികൻ കിണറ്റിൽ വീണു മരിച്ചു. വേങ്ങലക്കുണ്ട് മുരിങ്ങായിൽ 93 വയസ്സുള്ള അന്തോണിയെയാണ് പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് കാണാതായിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
പാവറട്ടെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് കൊടിയേറി. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി വിൽസൺ നീലങ്കാവിൽ, ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസൻ, പിയൂസ് പുലിക്കോട്ടിൽ, TJ ചെറിയാൻ, റാഫി നീലങ്കാവിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നെടിയത്തളി ശിവക്ഷേത്രത്തിലേക്ക് യന്ത്രക്കൊമ്പനെ നടയിരുത്തുന്നു. തളീശ്വരൻ എന്ന പേരിൽ നടൻ ജാക്കി ഷെറോഫിന്റെ സഹകരണത്തോടെ പെറ്റ് ഇന്ത്യയാണ് ആനയെ സമർപ്പിക്കുന്നത്. യന്ത്രാനയ്ക്ക് 800 കിലോഗ്രാം ഭാരവും 3 മീറ്റർ ഉയരവുമുണ്ട്. ആനകളെ ഒരിക്കലും വാടകയ്ക്കെടുക്കുകയോ എഴുന്നള്ളിക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രത്തിന്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് യന്ത്രക്കൊമ്പൻ. ചാലക്കുടി സ്വദേശി പ്രശാന്താണ് യന്ത്രാനയെ നിർമ്മിച്ചിട്ടുള്ളത്. മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ്സ് ഇന്ത്യ ഇതുവരെ 11 യന്ത്ര ആനകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് 7ാമത്തെ ആനയെയാണ് കൈമാറുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബെന്നി ബെഹനാൻ MPയും VR സുനിൽകുമാർ MLAയും ചേർന്ന് തളീശ്വരന്റെ അനാച്ഛാദനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൌൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നടുമുറി ബാബു, ശാന്തി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പഞ്ചാരിമേളം അരങ്ങേറും. ലളിതകലാ അക്കാദമിയിൽ നടന്നുവരുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിന്റെ ഭാഗമായി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ കലാഭിനി കോങ്കലി അവതരിപ്പിച്ച സംഗീത കച്ചേരി കാണികൾക്ക് വേറിട്ട അനുഭവമായി. ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടമുള്ള വൈഷ്ണവ ജനതോ പോലുള്ള ഭജനകളും കബീർദാസ്, സൂർദാസ്, തുളസീദാസ് എന്നിവരുടെ കവിതകളുമാണ് കലാഭിനി ആലപിച്ചത്. തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDS 1 പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിൽ അഗ്രി തെറാപ്പിയുടെ ഭാഗമായി ഗ്രോ ബാഗ്, പച്ചക്കറി തൈ എന്നിവ വിതരണം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സത്യഭാമ വിജയൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി VT അജിത, ഉപസമിതി കൺവീനർമാർ, CDS മെമ്പേഴ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതുരുത്തി സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മഹാ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്ര ഭാരവാഹികളായ ജയരാജൻ, കുഞ്ഞുണ്ണി, രാജ്കുമാർ, പുഷ്പരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശനത്തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ ഒരു ഇനത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്ന ഇനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. ഒരു തൈമന്ന് ഒരു 6 എണ്ണം പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയുന്നത്. പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗം ഒന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു.
നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി, പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. TCV ന്യൂസ് കയ്പമംഗലം. രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി സുലൈമാൻ, മോഹനൻ പാർത്തുടി, MK അബ്ദുൾ റഹ്മാൻ, ലതാ നാരായണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ദേശീയ പതാക ഉയർത്തി. നേതാക്കളായ TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോസഫ് ചാലിശ്ശേരി, KB ശശികുമാർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇന്നത്തെ ഭരണകർത്താക്കൾ നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത്. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ സ്വപ്ന പദ്ധതിയായ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര താക്കോൽദാനം നിർവഹിക്കും. പാവറട്ടി പഞ്ചായത്ത് 11-ാം വാർഡ് മുനക്കക്കടവിൽ താമസിക്കുന്ന കടവിൽ വീട്ടിൽ നളിനിക്കും മക്കൾക്കുമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 650 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ്, സെക്രട്ടറി EV വിനോദ്, PA റാഫിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിജിൽ വർഗീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ലിസ കെ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒളരിക്കര ഭഗവതി ക്ഷേത്ര ഗ്രൗണ്ടിൽ നിന്നും സൈക്കിൾ മോഷണം പോയ വിദ്യാർത്ഥിനിക്ക് പുതിയ സൈക്കിൾ വാങ്ങി നൽകി ഗജരാജൻ കാളിദാസൻ സേവാ ട്രസ്റ്റ്. പുതൂർക്കര സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് സൈക്കിൾ കൈമാറിയത്. ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ട്രസ്റ്റ് അംഗങ്ങൾ സൈക്കിളിന്റെ താക്കോൽ കുട്ടിക്ക് കൈമാറി. മുല്ലശ്ശേരി പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി താമരപ്പുള്ളി ദാമോദരൻ നമ്പൂതിരി മഹാഗണപതി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾക്ക് ശാന്തി ദിനേശൻ എമ്പ്രാന്തിരി കാർമ്മികനായി. 2 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. മാനേജർ MV രത്നാകരൻ, ഹരിദാസൻ, അശോകൻ കുര്യക്കോട്ട്, ബബീഷ് കാമ്പ്രത്ത് തുടങ്ങിയവരും മാതൃസമിതി ഭാരവാഹികളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിനും നേതൃത്വം നൽകി. ഓണത്തോടനുബന്ധിച്ച് AAY റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ഈ മാസം 26 മുതൽ ആരംഭിക്കും. ഈ വർഷം AAY കാർഡ് ഉടമകൾ മാത്രമേ സൗജന്യ കിറ്റ് വിതരണം നൽകുകയുള്ളൂ. അതേസമയം എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റ് നൽകുമെന്ന് സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണം വസ്തുതാവിരുദ്ധവും തെറ്റായതുമാണെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. 80 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 74,240 രൂപയായി താഴ്ന്നു. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 9,280 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്.
ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷനായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കക്ഷി നേതാക്കളായ AS സുജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അയ്യങ്കാവ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ദേശീയ പതാക ഉയർത്തി. ജനപ്രതിനിധികൾ, മുൻ കൌൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത് ചുമർ സ്ഥാപിച്ചു. നഗരസഭാ പരിധിയിൽ 24 വിദ്യാലയങ്ങളിലാണ് ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ചുമരുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടന ആമുഖ ചുമർ അനാച്ഛാദനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, കൌൺസിലർ ബിജു C ബേബി, കുന്നംകുളം GHSS പ്രിൻസിപ്പൽ PA റസിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ ഷിബു വാലപ്പൻ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഫ്ലാഷ് മോബ്, വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ബാൻഡ് മേളം എന്നിവയുമുണ്ടായിരുന്നു. കല്ലൂർ നായരങ്ങാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി ക്ഷീര കർഷക കുടുംബം. തൃക്കൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനായ അടാട്ട് വീട്ടിൽ സജീവനെയും കുടുംബത്തെയും കല്ലൂർ സൗഹൃദ യുവ സംഗമം പ്രവർത്തകരാണ് പതാക ഉയർത്താൻ ക്ഷണിച്ചത്. സൗഹൃദ യുവ സംഗമം പ്രസിഡന്റ് പ്രിബനൻ ചുണ്ടേലിപ്പറമ്പിൽ അധ്യക്ഷനായി. CV ഷംസുദ്ദീൻ, ഗാന്ധി സ്മൃതി സതീശൻ ഊരളത്ത്, പ്രജേഷ് കരുമത്തിൽ, ജയപ്രകാശ് ശങ്കരമഠം, റിൻഡോ ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, K രഞ്ജിത്ത്, KH ഷക്കീല, ജോയ് അരിമ്പൂർ, PJ സുരേന്ദ്രൻ, PB മനു, ഡിജിത് ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് ദേശീയ പതാക ഉയർത്തി. KS സന്ദീപ്, അനീഷ് പാലയൂർ, PA നാസർ, ജമാൽ താമരത്ത, PK അബ്ദുൽ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ സേവന സംഘടനയായ നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടന്ന ചടങ്ങിൽ മുൻ സർക്കാർ ചീഫ് വിപ്പ് നീഡ്സ് പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R ജയറാം അധ്യക്ഷത വഹിച്ചു. നീഡ്സ് വൈസ് പ്രസിഡന്റ് Dr. S ശ്രീകുമാർ, ഭാരവാഹികളായ ബോബി ജോസ്, KP ദേവദാസ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘം പ്രസിഡന്റ് MS ശിവദാസ് ദേശീയ പതാക ഉയർത്തി. സംഘം സെക്രട്ടറി AK അലി അധ്യക്ഷത വഹിച്ചു. KR രമേശ്, VK ഷാജഹാൻ, KG ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ചാവക്കാട് നഗരസഭ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കനത്ത മഴയ്ക്കിടയിലും നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ദേശീയ പതാക ഉയർത്തി. ചെയർപേഴ്സൺ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് പായസ വിതരണവും ഉണ്ടായി. മായനൂർ VLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1-ാം വാർഡ് അംഗം EK മനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ദീപു മാത്യു, വൈസ് പ്രസിഡന്റ് PR ഷൺമുഖൻ, MPTA പ്രസിഡന്റ് VG ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. Our brave freedom fighters sacrificed their whole life of our freedom. We should be grateful to
തൃശൂർ പടിഞ്ഞാറേക്കോട്ട NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ പി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ കെ ഗിരിജ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് പ്രസൂൺ ബാനർജി അധ്യക്ഷത വഹിച്ചു. ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന റാലിയും നടത്തി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊടകര യൂണിറ്റ് 2 പ്രതിഭകളെ ആദരിച്ചു. നാഷണൽ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ദീപ ഗോപാൽ, അലങ്കാര മത്സ്യകൃഷിയിൽ സംസ്ഥാന അവാർഡ് നേടിയ MK സന്തോഷ് എന്നിവരെയാണ് ആദരിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉബേഷ് ബാബു, ട്രഷറർ സാബു പൊക്കാക്കിലത്ത്, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തൃശൂർ KSRTC സ്റ്റാൻഡ് പരിസരത്ത് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VM ഷംസുദ്ദീൻ ദേശീയ പതാക ഉയർത്തി. അബ്ദുൾ റഹ്മാൻ AS, പ്രശോഭ് TA, ബഷീർ PA, കൃഷ്ണകുമാർ PA എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം സൗജന്യ പ്രതിരോധ ഔഷധ കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, റീന വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നബുല, വൈസ് ചെയർപേഴ്സൺ ലതേച്ചി, CDS മെമ്പർമാരുണ്ട്. അതിലുപരി കുടുംബശ്രീ പൂങ്കുന്നം സീതാറാം ടെക്സ്റ്റൈൽസ് ലേബർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ദേശീയ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, K നൽനാക്ഷൻ, PM അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചേറ്റുവ മഹൽ ജമാഅത്ത് പള്ളിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിന്റെ മഹൽ പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ ദേശീയ പതാക ഉയർത്തി. മഹൽ ഖതീബ് സലീം ഫൈസി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. സെക്രട്ടറി NM അബ്ദുൽ ജലീൽ, RK മുസ്തഫ, അക്ബർ ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല GVHSS സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, പ്രിൻസിപ്പൽ ജയശങ്കർ, ഹെഡ്മിസ്ട്രസ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്റ്റേഷൻ പ്രിൻസിപ്പൽ SA AR നിഖിൽ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ SA ജമാലുദ്ദീൻ, അഡീഷണൽ SA അജിത് കമറുദ്ദീൻ, ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി ജോയ് അരിമ്പൂർ, ട്രഷറർ ജോസ് അരിമ്പൂർ, വനിതാ വിംഗ് പ്രസിഡന്റ് ഓമന ഫ്രാൻസിസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജോ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി ദേശീയ പതാക ഉയർത്തി. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഹൃദ്യ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സിജോ മാത്യു, സീനിയർ അധ്യാപിക LC, MPTA പ്രസിഡന്റ് KP പ്രവീണ തുടങ്ങിയവർ സന്നിധരായിരുന്നു. സ്വാതന്ത്ര്യദിന സന്ദേശവുമായി മണലൂർ കമ്പനി സെന്ററിലേക്ക് റാലി നടത്തി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. വിമുക്ത ഭടന്മാരെ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തലപ്പിള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP ദേശീയ പതാക ഉയർത്തി. സേവിയർ ചില്ലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, വാർഡ് കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ അക്ഷരദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മേൽശാന്തി ചെറുപാലത്ത് മഹീന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊമ്പൻപാക്കത്ത് ശ്രീകുട്ടൻ, ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ, പാറന്നൂർ നന്ദൻ, വലിയപുരിക്കൽ സൂര്യൻ എന്നീ ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. 17 മുതൽ 12 ദിവസം ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്തു നടക്കും. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് 11 വീൽചെയറുകൾ സംഭാവന നൽകി. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വീൽചെയറുകൾ തൃശൂർ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് MD രാജേഷ് മേയർ MK വർഗീസിന് കൈമാറി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ടാജ് പോൾ പനയ്ക്കൽ, ഡോക്ടർ നോബിൾ, നഴ്സിംഗ് സൂപ്രണ്ട് M ജ്യോതി, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, സ്റ്റേറ്റ് ഹെഡ് സനീഷ്, സുനിൽ, പ്രസീദ്, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ 50ഓളം ബ്രാഞ്ചുകളും 650-ലേറെ ജീവനക്കാരുമുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നോൺ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡയറക്ടർമാരുടെ നേതൃത്വവും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനവുമായാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വകാര്യ ധനകാര്യ രംഗത്ത് മുന്നേറുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും ആഘോഷിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിലായി. മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. നടത്തറ കാശ്ശേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി R ബിന്ദു നാടിന് സമർപ്പിക്കും. 10 കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് ആധുനികവൽക്കരിച്ചത്. പാവറട്ടെ ഏനാമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കും. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കൊടുങ്ങല്ലൂരിലെ 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാൻ നീക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.